ഹലോ, നമ്മുടെ സിഇയും അതേപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഹോൾ കീം ഇഷ്യൂ കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചു തരാനാണ് വീഡിയോ. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റേറ്റ് വേഴ്സസ് CBSE വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE സിലബസ് ആവട്ടെ, ICSE സിലബസ് ആവട്ടെ, നിങ്ങളെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതിലുള്ള ചില ലൂസൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇപ്പൊ എന്നോട് എനിക്ക് പലപ്പോഴുള്ള പരാതി എന്നുള്ളത് എന്നെ ഒരു CBSE ചാരനാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റുകാർക്ക് സന്തോഷിക്കാനും സ്റ്റേറ്റുകാർക്ക് ദുഃഖിക്കാനും, CBSEക്കാർക്ക് സന്തോഷിക്കാനും CBSEക്കാർക്ക് ദുഃഖിക്കാനും, ഇനി ICSEക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യാനുള്ള വകുപ്പ് ഈ വീഡിയോയിൽ ഉണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ഒരു ഡിസ്കഷനിലും വരാത്ത ചില പോയിന്റ്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഫവാസ് സാറിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫവാസ് സാർ IIT മദ്രാസിൽ എന്റെ ഒരു വർഷം ജൂനിയർ ആയിരുന്നു. ശേഷം IIM കൽക്കത്തയിൽ പഠിച്ചു, PTMലായിരുന്നു, പിന്നെ ഇപ്പൊ X&Y ലേണിംഗിന്റെ CEO ആണ്. കുറച്ച് മാത്തമാറ്റിക്കൽ അനാലിസിസും ഡാറ്റ അനാലിസിസും നടത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദിസ് വീഡിയോ ഹാസ് സം ഷോക്കിംഗ് തിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഒരുപക്ഷെ ഇതേപോലെ ഞാൻ പോലും പറയാത്ത, ഞങ്ങൾ ഇന്ന് കുറച്ച് സമയം ഇതിലിരുന്ന് സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഇതിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലായത്. അത് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് റിപ്പീറ്റേഴ്സിന് ഇടുന്ന് തുടങ്ങാം. നമുക്ക് ആദ്യം കഴിഞ്ഞ വർഷത്തെ CBSE സ്റ്റേറ്റ് എഴുതിയ കുട്ടികളെ ഈ വർഷത്തെ ഫസ്റ്റ് റിപ്പീറ്റേഴ്സിനെ തുടങ്ങാം. അപ്പൊ അവർക്ക് -27 മാർക്കാണ് നഷ്ടപ്പെട്ടുള്ളത്. ഇതിലൊരു ക്യൂരിയസ് ഫാക്ട് എന്താന്ന് വെച്ചാൽ ഇവർ ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അറിയാം, അവർ മേ ബി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അറിയാം, ഇഫ് ദ സെയിം തിങ് എക്സിസ്റ്റ് ഞങ്ങൾക്ക് ആ 27 മാർക്ക് പോകും എന്നുള്ളത് അറിയാം. കഴിഞ്ഞ വർഷം തന്നെ ഇതൊരു ചർച്ചയായ വിഷയമാണ് അല്ലെ. 27 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേപ്പറിലും അല്ലാതൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എന്നിട്ടും ഇതിനു വേണ്ടി ഒരു ആക്ഷനും നമ്മുടെ പ്രോസ്പെക്ടസ് ഇപ്പൊ ജൂലൈ 1 തിരുത്താൻ വേണ്ടി വന്നല്ലോ. അതിന് മുന്നേ തന്നെ ഇത് എല്ലാവർക്കും അറിയുന്ന, അതായത് എക്സാമിന് മുന്നേ തന്നെ പ്രോസ്പെക്ടേഴ്സ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അറിയുന്ന കാര്യമാണ് ഈ പറയുന്ന കഴിഞ്ഞ വർഷം 2024 കേരള സിലബസ് പരീക്ഷ എഴുതിയ ആളുകൾക്ക് -27 തുടങ്ങുന്നത്. അപ്പോൾ അവർ -27 തുടങ്ങിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. പക്ഷേ മേ ബി നമ്മുടെ കോച്ചിങ് സെന്റേഴ്സോ നമ്മുടെ മീഡിയാസോ ഈവൻ ഗവൺമെന്റ് പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്നോടൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചോദിച്ചവരോട് ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവമായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് ഫിക്സ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രയാസകരമാവും എന്നുള്ള നമ്മുടെ വീഡിയോസിലൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ദാറ്റ് പുട്ടിങ് അസൈഡ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇപ്പൊ പൊതുവെ വരുന്ന ഒരു ഡിസ്കഷനാണ്, CBSEയുടെ നാഷണൽ ആവറേജ് അല്ല പരിഗണിക്കുന്നത്, നേരെ മറിച്ച് നാഷണൽ ആവറേജ് ആണ് പരിഗണിക്കുന്നത്, നേരെ മറിച്ച് കേരളത്തിലെ മാത്രം ആവറേജ് അല്ല എന്നുള്ളത്. എന്താണ് ഫവാസ്, നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്കൊന്ന്. അതിലുള്ളത് ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാഷണൽ ആവറേജ് എടുക്കുമ്പോൾ പാസ് പെർസെന്റേജ് ഒരു 88% ആണ് പാസ് പെർസെന്റേജ്. ഇനി നമ്മള് സ്റ്റേറ്റ് കേരളത്തിന്റെ എത്തുമ്പോൾ ഇത് 99% above ആണ് ഉള്ളത്. ഇതിലാണെന്നുണ്ടെങ്കിൽ 88%. അതായത് ഒരു 11% ആളുകൾ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കേരളത്തിൽ പാസ് ചെയ്തിട്ടുണ്ട്. പാസ് ചെയ്യാൻ മിനിമം എത്ര പെർസെന്റേജ്? 33%, 35% മാർക്കാണ് CBSE വേണ്ടത്. അതായത് ആ 35% എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നാഷണൽ ആവറേജും സ്റ്റേറ്റ് ആവറേജും എടുക്കുമ്പോൾ ഒരു മിനിമം ഒരു 12 മാർക്കിന്റെ വ്യത്യാസം എന്ത് ചെയ്യും വരും. അതായത് ഇപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ആവറേജ് ഇപ്പോൾ എത്രയാണ്, ഒരു സബ്ജക്റ്റിന് 64 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ആവറേജ് ചിലപ്പോൾ അതൊരു 70-75 ഇടയിലാവും നമ്മുടെ സ്റ്റേറ്റ് ആവറേജ് ഉണ്ടാവുക. അത് തന്നെ എന്താണ് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതായത് ഇത്തവണ മേ ബി പ്രോബ്ലി ഈ ഒരു കേരള സ്റ്റേറ്റ് CBSEയിലെ സ്റ്റുഡൻസിന് ഒരു +20 മാർക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. ആ +20 ഒരു പക്ഷേ നമ്മൾ സ്റ്റേറ്റ് ആവറേജ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര കിട്ടുള്ളൂ? +20ക്ക് പകരം +8 അല്ലെങ്കിൽ മേ ബി +8 to 10 വരുള്ളൂ എന്നുള്ളതാണ് മേ ബി നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, റൈറ്റ്? അപ്പൊ അതായത് പ്രോബ്ലി ആ ഒരു 10 മാർക്കിന്റെ ഡിഫറൻസ് എസ്പെഷ്യലി ഉണ്ടായേക്കാം. ആൻഡ് ദിസ് വിൽ ബി എ ഹ്യൂജ് ഷിഫ്റ്റ് ഇൻ റാങ്ക് ലിസ്റ്റ്. ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരും. അതായത് ഐഡിയലി എന്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വർഷത്തെ കീം എഴുതിയ കുട്ടികളുടെ ആവറേജ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നു. ഇനി ആ ഡയറ്റ് അപ്പം നാഷണൽ ആവറേജ് ഇല്ല, സ്റ്റേറ്റ് ആവറേജ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ. എന്തുകൊണ്ടായിരിക്കും അവർ ഈ നാഷണൽ ആവറേജ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്? മിക്കവാറും അതിന്റെ ഡേറ്റ അവൈലബിലിറ്റി ആവാം. എനിക്ക് തോന്നുന്നതില്ലേ ഒരു ട്രിവാൻഡ്രം റീജിയന്റെ മാത്രം ഡേറ്റ എന്നുള്ളത് മേ ബി ഇവർക്ക് അവൈലബിൾ അല്ല. പക്ഷേ CE പോലത്തെ ഒരു അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ സോഴ്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തോന്നിയിട്ട്. പക്ഷെ അതിൽ ഞാൻ സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഡാറ്റ ഷീറ്റ് നോക്കിയപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു സമീകരണത്തിന് സ്റ്റാൻഡർഡൈസേഷന് ഇവർ തന്നൊരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ എല്ലാ
ബോർഡുകളുടെയും, അതായത് എക്സാം എഴുതിയ കുട്ടികളുള്ള എല്ലാ ബോർഡുകളുടെയും, ഈവൻ തമിഴ്നാടൊക്കെ അടക്കമുള്ള, കേംബ്രിഡ്ജ് അടക്കമുള്ള ബോർഡുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കുക, തമിഴ്നാട്, അതേപോലെ തന്നെ CBSE, അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊന്ന് കേംബ്രിഡ്ജ്, ഇതിന് മൂന്നിനും ബേസിക്കലി സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ആണ്. ഇതിന് മൂന്നിന് മാത്രമല്ല, ബീഹാർ എടുക്കാം, ഗുജറാത്ത് എടുക്കാം, അങ്ങനെ ഒരുപാട് ബോർഡിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെയിം നമ്പർ ടു ദ ഡെസിമൽ പ്ലേസ് സെയിം നമ്പർ, 4 ഡെസിമൽ പ്ലേസ് വരെ സെയിം നമ്പറാ. അങ്ങനെയുള്ള ഒരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്രത്തോളം അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കൂല. പക്ഷെ ബേസിക്കലി ഈ ഡാറ്റ തമിഴ്നാട് അവരോട് ഡാറ്റ ചോദിച്ചു എന്ന് വിചാരിച്ച് കൊടുത്തോളുന്നില്ല, അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഈ പറഞ്ഞ ഡാറ്റ ഒന്നും കേരളത്തിലെ കുട്ടികളുടെ അല്ലെങ്കിൽ ഉണ്ടാവാത്തത് കൊണ്ടാവാം CBSE ഒരു ബേസ് ആയിട്ട് എടുത്തതായിരിക്കാം, റൈറ്റ്. പക്ഷെ അത് കൃത്യമായിട്ടും എവിടെങ്കിലും മെൻഷൻ ചെയ്യണമായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇതിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് എത്രത്തോളം ഒപ്പാക്കാണ് മൊത്തം സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്തു കൊണ്ടുവരുന്നത് കാരണമാണ് ഇതിനെ പറ്റി ഡിസ്കഷൻ. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഇതിന്റെ ഒരുപാട് ലൂസ് സെൻസ് കണക്ട് ചെയ്യാൻ നോക്കണം. അപ്പൊ ഇത് നോക്കുമ്പോൾ ബേസിക്കലി ഞാൻ ആരും CBSE ചാരെന്ന് ദയവേത് വിളിക്കരുത്. സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ CBSE കുട്ടികളുടെ ആവറേജ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കുറച്ചെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അത് കുറക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അത് ഫുള്ളി ഒരിക്കലും കുറക്കാൻ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സ്റ്റേറ്റ് CBSE എന്നുള്ളതിനെ നമുക്ക് ഇത് വെച്ചിട്ട് ഒപ്പം കൊണ്ടുവരാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മുൻപ് പലതവണ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ അതിന്റെ ലിബറൽ വാല്യുവേഷനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നത് ലിബറൽ വാല്യുവേഷൻ ആണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഈ വർഷത്തെ കുട്ടികളെക്കാളും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് ആയത്. അതിന് മറ്റൊരു കാര്യം കൂടി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചത്, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ ഫവാസ് മേ ബി അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് CBSE സ്റ്റുഡൻസിന് +20 കിട്ടി എന്നുള്ളതാണല്ലോ പറയുന്നത്. ഈ +20 എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 300-ൽ എത്ര മാർക്കാണ്, ഒരു 289 മാർക്കാണെന്ന് വിചാരിക്കുക. CBSE-ൽ നിങ്ങളുടേത് അത് ആഡ് ചെയ്തിട്ട് എത്ര ആവും, 300 ഔട്ട് ഓഫ് 300 ആവും. ഇത് നിങ്ങൾക്ക് 289 പകരം 299 ആണെന്ന് വിചാരിക്കുക. 299 ഔട്ട് ഓഫ് 300. CBSE-കാർക്ക് അത് ആഡ് ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിരുമ്പോൾ വീണ്ടും 300 ഔട്ട് ഓഫ് 300 ആവും. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. കാരണം എങ്ങനെയാണ് 289 299 മാർക്ക് CBSE-ൽ വാങ്ങിയ കുട്ടി ഈക്വൽ ആവുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ. അതായത് നമുക്ക് ഞങ്ങൾ ഇതിലോട്ട് എത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ 10 റാങ്കിലുള്ള 6 ആൾക്ക്, ഫസ്റ്റത്തെ 6 ആളുകൾക്ക് സെയിം മാർക്കാണ്, സെയിം സ്കോർ ആണുള്ളത്. സോ ബേസിക്കലി എല്ലാവർക്കും 300 ഔട്ട് ഓഫ് 300 CBSE-ൽ ആഫ്റ്റർ സ്റ്റാൻഡർഡൈസേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും 300 ഔട്ട് ഓഫ് 300 അല്ല ആക്ച്വൽ ഇതിലുള്ളത്. അപ്പോ അത് ആരെന്താന്നുള്ളതെന്ന് പറയാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാൽ ഈ 300-ൽ 300 എന്നുള്ളത് 299 ഔട്ട് ഓഫ് 300 289 ഔട്ട് ഓഫ് 300 ഈക്വൽ ആവുന്നില്ല. അതേപോലെ പ്രോബ്ലി 300 ഔട്ട് ഓഫ് 300 വാങ്ങിയ കുട്ടികളുണ്ടാവും, ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ഒരു മാർക്കും ആഡ് ചെയ്യപ്പെടുന്നില്ല, റൈറ്റ്. അപ്പൊ ബേസിക്കലി CE ചെയ്യുന്ന എന്താ വെച്ചാൽ 300-ൽ കൂടിയാൽ +300 വന്നാൽ എന്ത് ചെയ്യും, 300-ൽ പ്ലസ് വന്നാൽ 300-ൽ അത് കട്ട് ചെയ്യും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് കണക്കാണ് ഇവരത് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, ഇതില് ഇവർ സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇവർക്ക് എടുത്താൽ മതിയായിരുന്നു. അതായത് ഞാനൊരു ഉദാഹരണം പറയും, ഇത് ഈ പറയുന്നൊക്കെ എത്ര ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണെന്നാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു CBSE സ്റ്റുഡന്റിനെ എടുക്കാം. ഈ CBSE സ്റ്റുഡന്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പേപ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫിസിക്സില് അയാൾക്ക് 87 ആണ് കിട്ടിയിട്ടുള്ളത്, കെമിസ്ട്രിയില് 98 ആണ് കിട്ടിയിട്ടുള്ളത് വിചാരിക്കുക, മാത്സില് ഒരു 97 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 87 മേ ബി അയാളെ നോർമലൈസ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് സ്കോർ വരുമ്പോൾ മേ ബി 87 എന്തോ ഒരു 93 ആയി മാറും വിചാരിക്കുക. കെമിസ്ട്രി 98 ഉള്ളത് 100 ഒരു 4 ആവും വിചാരിക്കുക. ആൻഡ് മാത്സ് 97 ഉള്ളത് വീണ്ടും ഒരു 104 ആവും വിചാരിക്കുക. ഓക്കെ, ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ ബേസിക്കലി 200 290 301 ആവും. ഈ 301 CE എന്ത് ചെയ്യും, ഈ 301 CE എന്താക്കി മാറ്റും, 300 വെച്ച് കട്ട് ഓഫ് ചെയ്യും. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് ഇവർ ചെയ്യുന്നുണ്ട്. അതായത് 98 ആൾക്ക് 100 അല്ല കൊടുക്കുന്നത്, നേരെ മറിച്ച് എത്ര 104 എത്തിക്കുന്നത്. 97 ആള് 100-ലാണ് ആക്ച്വലി എത്തിക്കേണ്ടത്, പക്ഷെ 104 എത്തിക്കുന്നത്. അതായത് 293 മാർക്ക് കിട്ടേണ്ട ഒരാൾക്ക് ആക്ച്വലി കിട്ടുന്നത് എന്താണ്, 300 ആണ്. ഇത് ശരിക്കും ഭയങ്കര ഒരു ഇല്ലോജിക്കൽ സംഭവമാണ്. ആക്ച്വലി ഇത് 100-ൽ എത്തിക്കുക എന്നുള്ളതും നേരെ 100-ലോട്ട് കട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലോജിക്കലാണ്. അതായത് ഈ 300 ഇതിപ്പം
സം ചെയ്തിട്ട് 300 ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് 300, അയാൾക്ക് 299 സംതിങ് അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് CBSE 300 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 20 മാർക്കാണ് എക്സ്ട്രാ കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് എത്ര കിട്ടണം? 320 കിട്ടണം. എന്നാൽ 280 ആണ് കിട്ടിയിട്ടുള്ളത് വിചാരിക്കുക, അയാൾക്ക് എത്ര കിട്ടുക? 300 കിട്ടുക. ഇപ്പത്തെ സിയുടെ കണക്കനുസരിച്ച് രണ്ടാൾക്കും 300 കിട്ടുക. അതായത് 300 കിട്ടിയാൽ 280 കിട്ടിയാൽ CE ഈക്വൽ ആയിട്ട് കാണുന്നത്, വിച്ച് ഈസ് എ ഹ്യൂജ് മാത്തമാറ്റിക്കൽ ബ്ലണ്ടർ. വലിയൊരു മാത്തമാറ്റിക്കൽ ബ്ലണ്ടർ. മാത്തമാറ്റിക്കൽ ബ്ലണ്ടറിനൊക്കെ പുറമെ ഇതിലൊക്കെ ഈ നമ്പറിലൊക്കെ ആളുകളുണ്ടല്ലോ, കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? ഒരു നല്ല റാങ്ക് അവിടെ മിസ് ചെയ്യപ്പെടുകയാണ്. എസ്പെഷ്യലി CBSE സ്റ്റുഡൻസിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഇതുമൂലം ഭയങ്കര നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും CBSE സ്റ്റുഡൻസിന് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ബ്ലണ്ടർ മൂലം ഇതേപോലത്തെ ഒരു നഷ്ടം എന്ത് ചെയ്യുന്നില്ല, കേരള സിലബസിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. കേരളത്തിലെ മാക്സിമം മാർക്ക് 120 മാർക്കാണ് ഒരു സബ്ജക്റ്റിൽ, 360 മാർക്കാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വരുമ്പോ എത്ര വരുന്നത്? 299.1 മാർക്കാണ്. അപ്പൊ അതിൽ മാക്സിമം കിട്ടുന്ന കുട്ടിക്ക് 300 കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കേസ്. എന്നിരുന്നാലും 299.1 ഇത് CBSE കാരാണ് ഇപ്പോ ഗൗരവകരമായിട്ട് ആക്ച്വലി ബാധിക്കുന്നത്. ഇതൊന്നും ആരും ഇതുവരെ എനിക്കൊന്നും എക്സ്പോസ് ചെയ്തിട്ടില്ല. നമ്മളാണിത് കുറച്ച് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നത്. അല്ല, നമ്മളും ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും വിചാരിച്ചിട്ടില്ല. ഞങ്ങളിത് കണ്ടപ്പോൾ ഷോക്ഡ് ആയി പോയി, ലിറ്ററലി ഷോക്ഡ് ആയി പോയി. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു മണ്ടത്തരം നമ്മുടെ എൻട്രൻസ് എക്സാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടത്തുന്ന എൻട്രൻസ് കമ്മീഷണറേറ്റ് ഇങ്ങനെ സംഭവം ചെയ്യും എന്നുള്ളത് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് നമ്മൾ. പല രൂപത്തിൽ എന്ത് ചെയ്യാം? ഈ 320 300 കൺവേർട്ട് ചെയ്യാം. 320 ഒരു മാക്സിമം മാർക്ക് ആക്കി എടുത്തിട്ട് അതിന് 300 കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? അപ്പൊ 320 വരുന്ന 318 വരുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും? അതിന് പ്രൊപ്പോർഷണലി ആണ് ചേഞ്ച് ചെയ്യുക. ബട്ട് ഇത് നേരെ 300 കട്ട് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജും ഇല്ല. അതായത് 250 കിട്ടിയ കുട്ടിയും 300 കിട്ടിയ കുട്ടിയൊക്കെ ഒരേ സെയിം അസസ്മെന്റ് ആണ്. ഇതൊന്നും സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയിലോട്ട് വരാം. ഇതൊന്നും സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയുടെ ആസ് പ്രശ്നമല്ല. ഇതൊക്കെ ആ ഫോർമുലയെ ചുറ്റിപ്പറ്റി ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഇഷ്യൂ ആണ്. സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലക്ക് ആസ് സച്ച് എന്താണ് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. എന്താണ് തോന്നുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല എന്ന് പറഞ്ഞ ഈ ഫോർമുല ഉണ്ടല്ലോ, നമ്മുടെ പ്രോസ്പെക്ടസിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വരുന്ന ഫോർമുലയാണ്. അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്. ആദ്യം എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഇതിപ്പോ നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും erase ചെയ്യണം. Yes. Yes. അതായത് ഏതൊരു ആസ്പെക്റ്റും ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു റാൻഡം ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈലി ലൈക്ലി ഭയങ്കര ഒരു വലിയൊരു സാമ്പിൾ സെറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക. അതിന് നമ്മൾ ബെൽ കർവ്, ഗോഷ്യൻ കർവ് എന്നൊക്കെ പറയും. അതായത് മാത്സിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് ഓടാന്ന് വിചാരിക്കുക. നന്നായി ഓടുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, മോശമായിട്ട് ഓടുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും ഒരു ആവറേജ് ഉണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് നമുക്കറിയാം ഓരോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ ഈ ഒരു പ്ലസ് ഓർ -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണ് എന്ത് ചെയ്യുക? ഭൂരിഭാഗം ആളുകൾ ഉണ്ടാവുക. ഒരു 80%, 86% ആളുകൾ ഇതിലാണ് ഫോളോ ചെയ്യുക. ഇനി അതിന്റെ പുറത്ത് ഒരു +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എന്ത് ചെയ്യും? അതിനേക്കാളും കുറച്ചും കൂടെ ആളുകൾ ഉണ്ടാവും. +3 ആവുമ്പോൾ വീണ്ടും കുറയും. അങ്ങനെ പോയി +6 ഒക്കെ ആവുമ്പോൾ വളരെ കുറഞ്ഞ, അതായത് 1-2 ആളുകൾ ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് ഇപ്പൊ നമ്മുടെ ഹൈറ്റ് എടുക്കുക, ഒരു ക്ലാസ് റൂമിലുള്ള ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരിക. ഇനി ഇതിൽ എന്താ പ്രശ്നം? ഇനി നമ്മുടെ ഈ ഫോർമുല ആക്ച്വലി അസ്യൂം ചെയ്യുന്നത് ദിസ് വിൽ ബി എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറെക്കുറെ ശരിയായിരുന്നു. 2012 മുതൽ 2020 വരെയുള്ള കാലഘട്ടം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫോർമുലക്ക് ഒരു പ്രശ്നവും ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഫോർമുലയിൽ എന്തില്ല, ഫോർമുലയിൽ പ്രത്യേകിച്ച് വയസ്സൊന്നുമില്ല. ഫോർമുല എപ്പോഴും മാർക്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പെക്ട്, അല്ലെങ്കിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു, അത് കിട്ടുന്നുണ്ടായിരുന്നു ഏകദേശം. അതായത് ഇപ്പൊ നമ്മൾ എൻട്രൻസിന്റെ മാർക്ക് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇതേപോലെ വരിക. നമുക്കറിയാലോ, ഇപ്പൊ നീറ്റിന്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടു, കഴിഞ്ഞ വർഷം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഒരുപാട് പേര് മുന്നിലോട്ട് വന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫ് 670 എത്തിയത്. കഴിഞ്ഞ വർഷം ഈ നീറ്റിൽ എന്ത് സംഭവിച്ചു? ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ആയപ്പോ 720 കുട്ടികളില്ല, 690 മുകളിലുള്ള കുട്ടികൾ ഇല്ലാതായി, 680 മുകളിൽ ഒരു കുട്ടി. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും? എപ്പോഴും ഫോളോ ചെയ്യും.
ഇപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക് പറയാം. അതായത് നമ്മുടെ ഒരു ക്ലാസ്സിൽ 101 കുട്ടികളുണ്ട്. ആ എല്ലാ കുട്ടിക്കും എല്ലാ മാർക്കുണ്ട്. 0 മുതൽ 100 വരെയുള്ള ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? അതില് ആവറേജ് എത്ര വരിക? 50 ആണ് വരിക. മിഡിൽ വരുന്ന ആളുടെ മാർക്ക് 50% മാർക്കാണ് വരിക. അങ്ങനെയുള്ള ഒരു ഇതിലെന്താ വരിക? ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല വെച്ചിട്ട് ഒരു 100-നോട് അടുത്തുള്ള 104 എന്നുള്ള സംഖ്യയാണ് വരിക. അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരിക. അതായത് ഇങ്ങനെ ആവറേജ് ഉള്ള ഒരു കർവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഈ സെയിം സാധനം ഞാൻ എന്ത് ചെയ്തു? വാല്യുവേഷൻ ലിബറൽ ആക്കി. അതായത് 0 മുതൽ 100 വരെ മാർക്ക് എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്തു? 5 മാർക്ക് ലിബറൽ ആയിട്ട് ഞാൻ എല്ലാവർക്കും ഒരു മോഡറേഷൻ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ് ഇങ്ങനെ ഒരു 5 മാർക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഈ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. പക്ഷെ 5 മാർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 105 എന്ന് പറഞ്ഞ മാർക്ക് ഇല്ലല്ലോ, പോസിബിൾ അല്ലല്ലോ. അപ്പൊ ഇതിന് മാക്സിമം കിട്ടുന്ന ഒരു ലിമിറ്റിൽ കട്ട് ഓഫ് വരും. അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു ചെറിയ സ്പൈക്ക് വന്നു. ഇവിടെ ഇത്ര ഉണ്ടാവേണ്ടടുത്ത് ഒരു സ്പൈക്ക് വന്നു. അപ്പൊ ഈ ഒരു സെയിം ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 104 വരേണ്ട മാർക്ക് എത്ര മാർക്കായി? 99 മാർക്കായി. അതായത് ഒരു 5 മാർക്കിന്റെ അടുത്ത് ഫോർമുല എന്ത് ചെയ്തു? ഫോർമുല അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഫോർമുലക്ക് മനസ്സിലായി നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെറുതായിട്ട് എന്തുണ്ട്? ഒരു സ്പൈക്ക് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യില്ല മാർക്ക്. ഇനി ഒരു 5 മാർക്കും കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഒന്നും കൂടി ലിബറൽ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെ ഒന്നും കൂടി മുകളിലോട്ട് പോകും. അപ്പൊ ഈ 99 എന്നുള്ളത് 95 ആവും. ഇതാണ് കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ റിപ്പീറ്റേഴ്സിന് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. ഈ വർഷം 1 മാർക്ക് മാത്രം കുറയാനുള്ള റീസൺ അതാ. കാരണം എക്സാംസ് കുറച്ചുകൂടി ടഫ് ആയിരുന്നു, കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇരയാണ് ശരിക്ക് കുട്ടികൾ എന്നുള്ളത്. അതെ, കഴിഞ്ഞ വർഷം എന്താണ് ഈ സെയിം മാർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 300-ൽ മാക്സിമം 360 കിട്ടിയ കുട്ടിക്ക് 273 മാർക്കാണ് കിട്ടുന്നത്. ഈ വർഷം 299.1 ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കഴിഞ്ഞ വർഷത്തേക്കാളും എന്താണ് ഡിഫറെന്റ് ആണ്. ഒന്നും കൂടെ ലിബറൽ അല്ലായിരുന്നു ഈ വർഷത്തെ വാല്യുവേഷൻ. പേപ്പർ അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ബേസിക്കലി ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഫോർമുലക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏത് ഫോർമുല അപ്ലൈ ചെയ്താലും ഇതേപോലെ പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ അല്ല ഈ വർഷം നടക്കുന്നത്. അതേപോലത്തെ വാല്യുവേഷൻ അല്ല. അപ്പൊ വാല്യുവേഷനിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമുള്ളവർക്ക് ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ പറ്റുമോ? ആകെ ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 മാർക്ക് എടുക്കാതിരിക്കുക. പക്ഷെ അപ്പോഴും വേറെ പരാതികൾ വരും. ആർക്കും പരാതികൾ ഇല്ലാത്ത, നമ്മൾ വളരെ ലോജിക്കലി ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആർക്കും പരാതികളുടെ സിറ്റുവേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇതല്ല, അപ്പൊ നിങ്ങൾ Z² ഫോർമുല മാറ്റി വേറെ ഏതെങ്കിലും ഫോർമുല ആക്കിയില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എക്സ്പേർട്ട് കമ്മിറ്റി ഒപ്പീനിയൻ പറഞ്ഞത് 4 ഫോർമുല ഇത് നന്നായി പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണെങ്കിലും ഇതിന് ഒരുപാട് കോർണർ കേസസും മറ്റൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യത. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, എനിക്ക് വളരെ ഡിസിസീവ് ആയിട്ടുള്ള പ്രൂഫ് ഇല്ല. 2021 മുതലാണല്ലോ ഈ പ്രശ്നങ്ങളുള്ളത്. 2012 മുതൽ 2020 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2021 പുതിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. 2021 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 100-ൽ നിന്നും 120 ആവുന്നുണ്ട്. അത് ഈ ഫോർമുലയെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയല്ലേ? അതുണ്ട്. അതുകൊണ്ടാണ് ആ മീന് ഇപ്പൊ നോക്കാന്നുണ്ടെങ്കിൽ ഡേറ്റ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020-ൽ നിന്ന് 2021 എന്തുണ്ട് മീന് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഒരു 60-64 മീന് കേരള സിലബസ് തന്നെ ഒരു 74 കൂടി. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഈ മീനിന്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്കിൽ എന്തില്ല, നെറ്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന മാർക്കിൽ ഷിഫ്റ്റ് വരുന്നില്ല. മീനിൽ ഷിഫ്റ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വരുന്ന മാർക്കിൽ കൂടുതൽ കുട്ടികൾ വരിക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു? അതിന് ഈ ഫോർമുല അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫോർമുല അതുകൊണ്ട് ഈ 120 ആക്ച്വലി സ്യൂട്ടബിൾ ആണെന്ന് വരെ ഞങ്ങൾക്കൊരു സംശയം. അത് നമുക്ക് ഒന്നും കൂടി പഠിക്കേണ്ട വിഷയമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഞങ്ങൾ എടുക്കാനുള്ള കാരണം ഇതൊരു മാത്തമാറ്റിക്കൽ ഒരു പ്രോബ്ലം ആണ്. ഒരു മാത്തമാറ്റിക്കൽ മൈൻഡ് ഉണ്ടായതുകൊണ്ട് അത് ഇങ്ങനെ എടുത്ത് ഓരോന്നും അസസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് വളരെ ഡ്യൂ ഡിലിജൻസോട് കൂടിയിട്ട് വളരെ സമയം എടുത്തിട്ട് കൈകാര്യം ചെയ്യേണ്ട, ഓരോ കോർണർ കേസസ് നോക്കിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഇഷ്യൂസിൽ പെട്ട ഒരു ഇഷ്യൂ ആണിത്. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അതായത് ഈ പരീക്ഷ നടത്തി ജൂലൈ 1-നൊന്നും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര ഇൻസൈറ്റ്സ് ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ
ഡാറ്റ സെറ്റ് ഒന്നും ഓപ്പൺ അല്ല, ലൈക്ക് നമുക്ക് അവൈലബിൾ അല്ല. ശരിക്ക് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് തരിക, പബ്ലിക്കിന് ഓപ്പൺ ആക്കി വെക്കുക. ലെറ്റ് പബ്ലിക് ആൾസോ, ലൈക്ക് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സജഷൻസ് തരാൻ പറ്റും, ആർക്കും തരാൻ പറ്റും. എല്ലാതും ഈ പറയുന്ന ഡേറ്റ ഒക്കെ ഓപ്പൺ സോഴ്സ് ആക്കി കഴിഞ്ഞുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും ഇതിനോട് എന്ത് ചെയ്യാൻ, ഇതിനെ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ. ഞങ്ങളെ പോലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ്, ഞങ്ങൾ കുറെ ആളുകളെ വിളിച്ചിട്ടും സംസാരിച്ചിട്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് ഈ CBSE മാർക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, മേ ബി അത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആൻഡ് വാട്ട് CE ഷുഡ് ഡു ഇൻ മൈ ഒപ്പീനിയൻ ഈസ്, ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഡാറ്റ പബ്ലിക് ആക്കണം. കഴിഞ്ഞ 10-15 വർഷത്തെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഈ ഡാറ്റ പബ്ലിക് ആക്കുമ്പോൾ ഇതിൽ എന്താണ് കൃത്യമായി പ്രശ്നം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപാട് എന്ത് ചെയ്യുന്ന നമ്മളെ മേഖലയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് എന്തെങ്കിലും PhD സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിലി ഇത് സോൾവബിൾ ആണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഇത് ഒരുപാട് ബ്ലണ്ടേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്ലണ്ടേഴ്സ്, ഇപ്പൊ ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു 3-4 ബ്ലണ്ടേഴ്സ്, മാത്തമാറ്റിക്കൽ ബ്ലണ്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് അഫക്ടിങ് ദ ചിൽഡ്രൻ, വെദർ സ്റ്റേറ്റ് ഓർ CBSE. ഇത് ഞാൻ പറഞ്ഞു, വീണ്ടും ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതൊരു സ്റ്റേറ്റ് CBSE യുദ്ധമല്ല, നേരെ മറിച്ച് അല്ലെങ്കിൽ ICSE ഇവരാരും ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് നീതിയുടെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ സ്റ്റാൻഡ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ CBSE-ന്റെ സ്റ്റേറ്റിന്റെ ഒക്കെ വളരെ ധൈര്യപൂർവ്വം എക്സ്പോസ് ചെയ്യാനുള്ള റീസൺ അതാണ്. നമുക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു അലിജിയൻസ് ഇല്ല. CBSE-യുടെ സ്റ്റേറ്റിന്റെ നാഷണൽ ആവറേജ് ഞാൻ അവിടെ പറഞ്ഞു. അതേപോലെ തന്നെ CBSE സ്റ്റുഡൻസിന് ഈ കട്ട് ഓഫ് വരുമ്പോൾ CBSE സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന പ്രോബ്ലം പറഞ്ഞു. ഇത് അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും CE നടത്തിയ ഒരു അനാസ്ഥയുടെ ഒരു വലിയൊരു കുറ്റപത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദേ ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. അതായത് ഈ പറഞ്ഞ 70,000 കുട്ടികളിൽ കുറെ കുട്ടികൾ CBSE കുട്ടികളുണ്ട്, കുറെ കുട്ടികൾ സ്റ്റേറ്റ് കുട്ടികളുണ്ട്. അതിൽ മേ ബി ഒരു 5,000-6,000 സ്റ്റുഡൻസിന് ഡയറക്ട്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കാരണം. അതെ, ഇതേപോലെ നമ്മൾ ഇതിന്റെ എല്ലാ കോർണർ കേസും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം 29th എക്സാം എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ഉണ്ടായി എന്നുള്ള ഹ്യൂജ് പരാതി ഉണ്ട്. കാരണം ഈ നോർമലൈസേഷൻ സെഷൻസ് അക്രോസ് നോർമലൈസ് ചെയ്തപ്പോൾ അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആക്ച്വലി നമ്മൾ 70,000 ആൾക്കാരെ 6 ഷിഫ്റ്റിലാക്കി കഴിഞ്ഞാൽ ഈ 10,000 ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡാറ്റാ സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇത് ലോജിക്കലാണോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമല്ലേ? അല്ല, 2 കാര്യങ്ങളുണ്ട്. അതായത് ചില സമയത്ത് എന്തുണ്ട്, ഓൾവേസ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ചിലപ്പോൾ 80,000 കുട്ടികളെ 1,00,000 കുട്ടികളെ അപ്പം JEE പോലുള്ള 10 ഷിഫ്റ്റ് ആക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ചിലപ്പോൾ ഇമ്പോസിബിൾ ആണ്. അത്രയും കുട്ടികൾ എന്ത് ചെയ്യുക, 15 ലക്ഷം കുട്ടികളെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഇതൊക്കെ ശരിക്ക്, അതായത് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലോട്ട് മാറുന്നതിന് മുമ്പ് ഈ 6 ദിവസം ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്താൽ അതിനുള്ള ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും എക്സ്പെർട്ട് കമ്മിറ്റി പഠിച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്ന വലിയ സംശയം എനിക്കുണ്ട്. അതായത് എങ്ങനെയാണ് ഇതിന്റെ ന്യൂആൻസസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അത് പലപ്പോഴും മിസ്സിംഗ് ആണെന്നാണ് ഈ ഡേറ്റ ഒക്കെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ. നമ്മൾ ഇതൊരു ഡെമോക്രാറ്റിക് നേഷനാണ്, റൈറ്റ്? നമ്മൾ വളരെ ജനാധിപത്യപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് പീപ്പിൾ ഇൻ പവർ വി ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ് ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു നോ ആൾസോ, റൈറ്റ്? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരം ഇഷ്യൂസ് നമ്മൾ റൈസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള ഇഷ്യൂസ് നിങ്ങൾ കമന്റിൽ പറയുക. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ ദയവേത് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റിൽ പറയുക. അതോടൊപ്പം ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല പരിഹരിക്കപ്പെടുന്നത്. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ, ഒരു ഡിസ്കോഴ്സിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഇവിടെ വലിയൊരു എക്സ്പേർട്ട് കമ്മിറ്റിക്ക് അപ്പുറം ഇവിടെ പൊതുജനങ്ങൾ മുഴുവൻ നിങ്ങൾ എക്സ്പേർട്സ് ആക്കി മാറ്റുക. അവരുടെ ഒരുപാട് റിസോഴ്സസ് ഇവിടെ ഉണ്ട്. ആ റിസോഴ്സസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വളരെ ഈവൻ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചു, നല്ലൊരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്, അവർ നല്ലൊരു റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത് ഞാൻ നോക്കുമ്പോൾ. പക്ഷേ അതിന് എന്നിട്ട് എന്ത് ചെയ്തു, അതിന് എതിരായിക്കൊണ്ട് വേറെ ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾ, വേറെ ആരുടെയൊക്കെയോ ഒരു സമ്മർദ്ദത്തിൽ ഗവൺമെന്റ് പ്രവർത്തിച്ചു. ഇതാരാണെന്നുള്ളത് ശരിക്കും വലിയൊരു ചോദ്യമാണ്. അതല്ല, എക്സ്പേർട്ട് കമ്മിറ്റി എക്സ്പേർട്ട് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, പ്രോസ്പെക്ടസ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാക്കാമായിരുന്നു. അവർക്ക് ഒരു വർക്കിംഗ് സ്പേസ് കിട്ടിയാണ്. കാരണം ഇതിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കോർണർ കേസ് മറ്റു കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണത്. റിപ്പോർട്ട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സെയിം കാര്യമാണ്. യെസ്, റൈറ്റ്. അപ്പൊ ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഈസ് നോട്ട് ടു ഫൈറ്റ്, ബട്ട് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ളതല്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് ഒരു അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കുറച്ച് ഡാറ്റ ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യണം തോന്നി. ആൻഡ് ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്. താങ്ക് യു. ബൈ.